I am not a SEBI registered advisor or financial advisor. Content shared on this channel is for information and education purposes only and should not be treated as investment or trading advice. Please do your own analysis or take independent professional financial advice before making any investments based on your own personal circumstances. Investment in securities are subject to market risks. Please carry out your due diligence before investing. And last but not the least, past performance is not indicative of future returns. ഹലോ എവരിവൺ. ഇന്ന് 2025 ജൂലൈ 13 ഞായർ. എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനൽ ഫൺ ടെക് മോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൽക്കഹോൾ നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. ആദ്യമേ പറയട്ടെ, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ വീഡിയോ ഒരു തരത്തിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ളതല്ല. വീഡിയോയിലേക്ക് കടക്കാം. കമ്പനിയുടെ പേര് റാഡിക്കോ ഖൈതാൻ ലിമിറ്റഡ്. ഇന്ത്യയുടെ മദ്യമേഖലയിലെ ചരിത്രം എഴുതിയ ഒരു ബ്രാൻഡ് ഇന്ന് ആഗോളതലത്തിൽ വിജയകഥയെഴുതുകയാണ്. 1943 സ്ഥാപിതമായ റാഡിക്കോ ആദ്യകാലത്ത് ഇന്ത്യൻ ആർമിക്കും മറ്റു ബ്രാൻഡുകൾക്കുമായി മദ്യനിർമ്മാണം നടത്തിയായിരുന്നു തുടക്കം. എന്നാൽ ഇന്ന് ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ IMFL കമ്പനികളിൽ ഒന്നായി വളർന്നു കഴിഞ്ഞു. മാജിക് മൊമെന്റ്സ് വോഡ്ക, ലോക പ്രശസ്തമായ ഇന്ത്യൻ ലക്സറി വിസ്കി, റാംപൂർ, ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായ മോർഫസ്, ജയ്സൽമർ ജിൻ, 8PM, കോണ്ടസ്, ഓൾഡ് അഡ്മിറൽ എന്നിവ ഈ കമ്പനിയുടേതാണ്. ഇന്ത്യയുടെ മദ്യവിപണി അതിവേഗം വളരുകയാണ്. പ്രീമിയം കാറ്റഗറികൾക്ക് ഡിമാൻഡ് ഉയരുകയാണ്. ഇത്തരത്തിൽ വളരുന്ന വിപണിയിൽ റാഡിക്കോയുടെ ബ്രാൻഡുകൾ മുന്നേറുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ റാഡിക്കോ ഖൈതാൻ 4851 കോടിയുടെ റവന്യൂയും 35% പ്രോഫിറ്റ് ഗ്രോത്തും നേടിയിട്ടുണ്ട്. മൊത്തം വരുമാനത്തിൽ 69% പ്രീമിയം ബ്രാൻഡുകളിൽ നിന്നാണ് എന്നുള്ളത് ഈ കമ്പനിയെ വളരെ ആകർഷണീയമാക്കുന്നു. ഇവരുടെ ഉത്പന്നങ്ങൾ 100-ലധികം രാജ്യങ്ങളിൽ വിൽക്കപ്പെടുന്നു. റാഡിക്കോയുടെ വിജയത്തിന് പിന്നിൽ ശക്തമായ വളർച്ചാ തന്ത്രങ്ങളാണ്. പ്രീമിയം ഉത്പന്നങ്ങൾ, നൂതനമായ R&D, പാൻ ഇന്ത്യ വിതരണ ശൃംഖല, ആഗോള വിപണിയിലെ മെച്ചപ്പെട്ട ബ്രാൻഡ് ബിൽഡിംഗ്, PET ബോട്ടിലുകളുടെ നിർമ്മാണം, പ്രിന്റിംഗ് എന്നിവ വഴിയുള്ള ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്നിവ അതിൽ ചിലതാണ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2718 രൂപ നിലവാരത്തിലാണ്. ഇത് 52 ആഴ്ചയിലെ ഉയർന്ന നിലയിൽ നിന്നും 2% മാത്രം താഴെയാണ്. കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണ് എങ്കിൽ PE റേഷ്യോ 105 ആണ്. ഇൻഡസ്ട്രി PE 30 താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ഉയർന്നതാണ്. ഹൈ PEയിൽ ആണ് എന്ന് പറയാം. ഇനി 2025 മാർച്ചിൽ അവസാനിച്ച ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണ് എങ്കിൽ ഹയസ്റ്റ് എവർ സെയിൽസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് കൂടിയത് കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ കുറച്ച് കുറവുണ്ട്. നെറ്റ് പ്രോഫിറ്റിലും കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ നേരിയ കുറവുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിനെ താരതമ്യപ്പെടുത്തുമ്പോൾ സെയിൽസ്, നെറ്റ് പ്രോഫിറ്റ് എന്നിവ മികച്ചതാണ്. 2025 മാർച്ചിൽ അവസാനിച്ച ഇയർലി റിസൾട്ട് പരിശോധിച്ചാൽ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, EPS എന്നിവ ഹയസ്റ്റ് എവർ ആണ്. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്തിൽ 10 വർഷത്തിൽ 13%, 5 വർഷത്തിൽ 15%, 3 വർഷത്തിൽ 19%, TTM 18% കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 10 വർഷത്തിൽ 17%, 5 വർഷത്തിൽ 7%, 3 വർഷത്തിൽ 11%, TTM 35% കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 10 വർഷത്തിൽ 13%, 5 വർഷത്തിൽ 13%, 3 വർഷത്തിൽ 12%, ലാസ്റ്റ് ഇയറിൽ 14%. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രോങ് ആണ്. റിസർവ്സ് ഉയർന്ന് 2664 എത്തി. ഫിക്സഡ് അസറ്റിൽ അടുത്ത 3 വർഷങ്ങളിൽ നല്ല വർധന ഉണ്ടായിട്ടുണ്ട്. സ്ഥിരതയാർന്ന ROCE റേഷ്യോ നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രൊമോട്ടേഴ്സ് 40%-ലധികം ഷെയർ ഹോൾഡ് ചെയ്യുന്നു. ഇത്രയും വർഷത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. FII അവരുടെ ഹോൾഡിംഗ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും കുറവ് വരുത്തിയിട്ടുണ്ട്. DII അവരുടെ ഹോൾഡിംഗ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമായി നോക്കേണ്ടത് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കുറവ് വന്നിട്ടുണ്ട്. ടെക്നിക്കൽസ് നോക്കിയാൽ ചാർട്ടിൽ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ രൂപപ്പെട്ടതായി കാണാം. മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ കമ്പനിയുടെ പ്രൈസ് പാറ്റേണിൽ ഒരു പോസിറ്റീവ് മൊമെന്റം സൂചിപ്പിക്കുന്നു. കമ്പനി ആൾടൈം ഹൈ തകർത്തുകൊണ്ടാണ് മുന്നേറുന്നത്. ഈ കമ്പനിയെയും നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ ചേർത്തിട്ടുണ്ട്. ഗൂഗിൾ ഷീറ്റ് കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ചതിനാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. ഡിസ്ക്ലെയിമർ: ഞാൻ ഒരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ടിപ്സ് ആയോ പരിഗണിക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ആലോചിച്ച് മാത്രം ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുക.